അസ്സലാമലൈക്കും കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 6ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാൻ്റെ മോഡൽ ചോദ്യ പേപ്പർ ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ ചോദ്യം, ശരിക്ക് ശരിയും തെറ്റിന് തെറ്റും അടയാളപ്പെടുത്താം. അല്ലാഹു ശിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല, അത് ശരിയാണ്. മഹാന്മാരുടെ കാണിക്കുന്ന വിനയം ഇബാദത്താണ്, അത് തെറ്റാണ്. നന്മ ചെയ്യുക എന്നൊരർത്ഥം ഇഹ്സാനിൽ ഉണ്ട്, അത് ശരിയാണ്. സുബൈറുവിന് തങ്ങൾ ഷാൾ സമ്മാനിച്ചു, അത് തെറ്റാണ്. കഅബ് റളിയല്ലാഹു അൻഹുവിനാണ് തങ്ങളുടെ ഷാൾ സമ്മാനിച്ചത്. അടുത്ത പൂർത്തിയാക്കാം. അള്ളാഹുവിനെ മാത്രം ആരാധനയാണ് വിശ്വസിക്കലാണ് ഡാഷ്, അതിൻ്റെ ഉത്തരമാണ് തൗഹീദ്. രണ്ടാമത്തെ, ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ദീനിൻ്റെ കാമും കാതലുമായ ഭാഗമാണ് ഡാഷ് ഇഹ്സാൻ. ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു അഹിബ്ബൂനി ബിഹുബ്ബില്ലാഹി വഅഹിബ്ബു അഹ്ലുൽ ബൈത്തി ബിഹുബ്ബി. അടുത്ത, വ്യക്തമാക്കുക. ഇഹ്സാൻ, നീ നിന്റെ അള്ളാഹുവിനെ കാണുമ്പോൾ ആരാധനകൾ നിർവഹിക്കുക. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. രണ്ടാമത്തത്, അഹ്ലുൽ ബൈത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ, സന്താനങ്ങൾ, അവിടുത്തെ മുഅ്മിനീങ്ങളായ അടുത്ത കുടുംബങ്ങൾ എന്നിവരാണ് അഹ്ലുൽ ബൈത്ത്. മൂന്നാമത്തത്, പരലോകത്ത് നബിയുടെ ഏറ്റവും കൂടുതൽ അടുത്തുള്ളവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി വമൻ അഹബ്ബ ഖാന മഅി ഫിൽ ജന്ന. എൻ്റെ സുന്നത്തുകൾ ഇഷ്ടപ്പെട്ടവൻ എന്നെ ഇഷ്ടപ്പെട്ടവൻ എൻ്റെ കൂടെ സ്വർഗത്തിലുമാണ്. അതല്ല, എൻ്റെ സുന്നത്തുകളും സലാത്തുകളും വർദ്ധിച്ചാൽ പരലോകത്ത് ഏറ്റവും കൂടുതൽ അടുത്തുള്ളവർ. സുന്നത്തും സലാത്തും വർദ്ധിക്കുന്നവരാണ് പരലോകത്ത് ഏറ്റവും അടുത്തുള്ളവർ. അടുത്ത ഉത്തരം പറയാം. നബിയുടെ സദസ്സിൽ ഇരിക്കുന്ന അപരിചിതൻ ആരായിരുന്നു? ജിബ്രീൽ അലൈഹിസ്സലാം. മരണാന്ത്യം ജീവിതത്തിൽ നബി തങ്ങളെ സഹായിക്കും എങ്ങനെ? ഈ ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചാൽ കിട്ടും. അടുത്ത, തൗഹീദ് എന്താണ്? അള്ളാഹു ആണ് ആരാധന എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. പരലോകത്ത് തൻ്റെ 10 കുടുംബക്കാർ ശുപാർശ ചെയ്യുമാർക്ക്. ഖുർആൻ പാരായണം അതനുസരിച്ച് പഠിച്ച മാതാപിതാക്കൾ. മുനാഫികൾ ഏറ്റവും പ്രയാസ നിസ്കാരം സുബഹ ഇശാ. അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാർ ഖുർആൻ എന്ത് പറയും? അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ പറ്റി ഖുർആൻ എന്ത് പറഞ്ഞു? അത് ലാസ്റ്റ് പറഞ്ഞുതരാം. ومن أحب سنتي ومن أحبني فقد أحبني ومن أحبني كان معي في الجنة لا يؤمن أحدكم حتى أكون أحب إليه والناس أجمعين إن الله 99 اسما 100 إلا واحدا من أحصاها إلا دخل الجنة من أحب ലിഖാഅഹു. അതിൻ്റെ അർത്ഥം എഴുതുക. അല്ലാഹുവേ, നിന്നോടുള്ള സ്നേഹത്തെയും നിന്നെ സ്നേഹിച്ചവരുടെ സ്നേഹത്തെയും നിന്നോട് സ്നേഹത്തിലേക്ക് എത്തിക്കുന്ന കർമ്മങ്ങളുടെ സ്നേഹത്തെ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ക്വസ്റ്റ്യൻ, മരണാന്ത്യം ജീവിതത്തിൽ നബി തങ്ങളെ സഹായിക്കും എങ്ങനെ? അപ്പോൾ രണ്ടാമത്തേത് മരണാന്ത്യം ജീവിതത്തിൽ സഹായിക്കും എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഫാഅത്ത്. അടുത്ത, വ്യക്തമാക്കുക. മൂന്നാമത്തെ ഡൗട്ടില്ല, പരലോകത്ത് നബിയുടെ ഏറ്റവും കൂടുതൽ അടുത്തുള്ള. അപ്പം അതിൻ്റെ ഉത്തരമാണ് ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലുന്നവരാണ് പരലോകത്ത് നബിയുടെ ഏറ്റവും കൂടുതൽ അടുത്തുള്ളവർ.